മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് പ്രിന്ററായ Canon PIXMA G1020 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള Canonന്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വാറണ്ടി കവറേജ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ്. ഏകദേശം പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഏകദേശം സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 71 സീരീസ് ഇങ്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. വേറെ ഒരു സീരീസ് ഇങ്കോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ ഇതിൽ ഉപയോഗിക്കരുത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളെ യൂസർ മാനുവൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് റീഡ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. അതേപോലെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഇവിടെ ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ യൂസർ മാനുവൽ റീഡ് ചെയ്യണം എന്നുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും പ്രിൻ്റർ, അതേപോലെ പവർ കേബിളാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് USB കേബിൾ, പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇത് ഡ്രൈവർ CD യൂസർ മാനുവൽ എല്ലാം വരുന്നൊരു കിറ്റാണ് ഈ കാണുന്നത്. ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഈ തെർമോകോപ്പീസ് നമുക്ക് ഒഴിവാക്കാം. പ്രിൻ്റർ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ. അതേപോലെ തന്നെ അതിൻ്റെ ഇങ്ക് ബോട്ടിലും ഹെഡുകളാണ് ആ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമുക്കത് നിന്ന് ഇങ്ക് ബോട്ടിലും ഹെഡൊക്കെ നമുക്ക് എടുക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ 2 കളറിൻ്റെ ബോട്ടിലും ഒരു കളർ ഹെഡും, റൈറ്റ് സൈഡിൽ ഒരു കളർ ബോട്ടിലും അതേപോലെ ബ്ലാക്ക് ബോട്ടിലും ഹെഡൊക്കെയാണ് വരുന്നത്. ഈ ബോക്സിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് പുറത്തോട്ട് എടുക്കാം. അത് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് ബോട്ടിലും ഹെഡൊക്കെ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ച് പ്രിൻ്റർ ഈ കവർ ആദ്യം ഒഴിവാക്കാം. ഈ കവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂടി വെക്കാനൊക്കെ, ഈ പൊടി പടലങ്ങൾ കയറാതെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ കവർ ഒഴിവാക്കി. ഇനി പ്രിൻ്ററിൻ്റെ അകത്ത് കുറേ ഓറഞ്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫിസിക്കലായിട്ട് കാണാനൊന്നുമില്ല. നമുക്ക് ഇനി ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, കണ്ടില്ലേ? ഈ ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. ഇതിന് മുമ്പ് ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഞാൻ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹെഡ് ഇൻസെർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. 2 ഹെഡാണ് പ്രിൻ്ററിന് വരുന്നത്. കളറിനൊരു ഹെഡും ബ്ലാക്കിനൊരു ഹെഡും. ഞാനിപ്പോഴും പ്രത്യേകം പറയുന്നു, നിങ്ങളിത് സ്വയം ചെയ്യരുത്. നിങ്ങൾ കഴിയുന്നതും അടുത്തുള്ള Canonന്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. അൺബോക്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി മാറും. മറ്റേ നിങ്ങൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2 ഹെഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോരോ ഹെഡിൻ്റെ അവിടെയും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ടാവും, B എന്നുള്ളതും C എന്നുള്ളതും. അതേപോലെ കാരേജ് യൂണിറ്റ് പോലും നമ്മൾ ഹെഡ് ഇൻസെർട്ട് ചെയ്യുന്ന അവിടെയും ഓരോരോ കോഡ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഹെഡിൻ്റെ ആദ്യം പാക്കിംഗ് ഒഴിവാക്കുക. അതിൽ നിന്ന് ഹെഡ് എടുക്കുക. അതിൽ 2 ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ കഴിയും. അത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഈ ഓറഞ്ച് 2 സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. കണ്ടില്ലേ? ആ സ്റ്റിക്കറുകൾ ആ ബോക്സിൽ കിടക്കുന്നത് കാണാം. എന്നിട്ട് കറക്റ്റായിട്ട് കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ CB എന്നുള്ള കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിലേതാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, രണ്ടും ഒരേ കോഡ് തന്നെ ആവണം. എന്നിട്ട് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇനി കളറിൻ്റെ ഹെഡ് എടുത്തിട്ടും അതേ പ്രോസസ്സിങ് തന്നെ ചെയ്യുക. കളറിൻ്റെ ഹെഡ് എടുത്തു, 2 സ്റ്റിക്കർ റിമൂവ് ചെയ്തു. ശേഷം അതിലോട്ട് ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു.
മാറിപ്പോകാൻ പാടില്ല. അതേപോലെ ഫോഴ്സ് ഉപയോഗിച്ചാണ്ട് പ്രസ് ചെയ്യാനും പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ആ സ്ലോട്ടിലോട്ട് ഇടുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ലോക്ക് ആയിക്കോളും. അതിനുശേഷം ഈ ഡോറ് ക്ലോസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ 2 ബ്ലൂ കളർ ടോപ്പ് ലോക്ക് ചെയ്യണം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇങ്ക് ഫില്ല് ചെയ്യലാണ്. ഇതിൻ്റെ അടിയിൽ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ 4 ബോട്ടിൽ ഫ്രീ ഉണ്ടാവും. ബ്ലാക്കിൻ്റെ ഒരു ബോട്ടിലും കളറിൻ്റെ 3 ബോട്ടിലും. 71 സീരീസ് ഇങ്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ബ്ലാക്ക് കുറച്ച് കൂടുതൽ ml ഉണ്ടാവും, 140 ml. കളർ ഏകദേശം 70 ml ഉണ്ടാവുള്ളൂ. കാരണം എല്ലാത്തിനും ബ്ലാക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ ബ്ലാക്കാണ് ആദ്യം തീരുക. അപ്പോൾ അതിനാണ് കമ്പനി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള ടാങ്ക് വരുന്നത്. റൈറ്റ് സൈഡിൽ 3 കളറിൻ്റെ ടാങ്കും വരുന്നുണ്ട്. അപ്പം ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കും. അവിടെ ടാങ്കിൻ്റെ അവിടെ മുകളിൽ തന്നെ കോഡ് കൊടുത്തിട്ടുണ്ട്. BK എന്ന്. BK പറഞ്ഞാൽ ബ്ലാക്ക്. പിന്നെ ഓരോ ടാങ്കിൻ്റെ ഇവിടെയും കോഡ് കൊടുത്തിട്ടുണ്ടാവും. CMY. C ആണ്, M പറഞ്ഞാൽ മജന്ത, Y പറഞ്ഞാൽ യെല്ലോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ബ്ലാക്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് അതിലേക്ക് ഇതേപോലെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലെവൽ, ഇപ്പോൾ നിൽക്കുന്ന ഈ ലെവൽ, ആ ലെവലെത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്തിരിക്കണം. അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് കാര്യങ്ങളൊന്നും വാങ്ങരുത്. ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ വാറൻറ്റി കിട്ടുകയുള്ളൂ. ഏകദേശം ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി നെക്സ്റ്റ് ഇങ്ക് കളർ ഇങ്കാളിൽ ബ്ലാക്ക് ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് കളറിൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യേണ്ടത്. 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ആദ്യം സിയാൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിയാൻ്റെ ബോട്ടിലെടുത്തു. സിയാൻ്റെ ബോട്ടിലെടുത്ത് ഫില്ല് ചെയ്യുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതേപോലെ നിങ്ങൾ എല്ലാതും ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇടയിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വാങ്ങരുത്. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നോക്കുക. കാരണം ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങി പല കസ്റ്റമർക്കും എന്തൊക്കെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ സിയാന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്ത ഇങ്കാണ്. മജന്തൻ്റെ ബോട്ടിലെടുത്ത് ടാങ്കിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ഇങ്ക് ഫില്ല് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം മജന്തയും ഫില്ലായി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നത് യെല്ലോ ആണ്. യെല്ലോൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ടാങ്കിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തു. ഇങ്ക് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ 4 ഇങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രിൻ്റർ ടേൺ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ പവർ കേബിൾ നമ്മൾ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ പിറകു വശത്താണ് വരുന്നത്. അവിടെ കണക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് പ്രിൻ്റർ ഓൺ ചെയ്യുന്നു. ഇങ്കും കാര്യങ്ങളെല്ലാം ഫില്ലായിരിക്കണം. എന്നിട്ട് പ്രിൻ്റ് ഓൺ ചെയ്തുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ടാങ്കിൽ നിന്ന് ട്യൂബ് വഴി ഹെഡിലേക്ക് ഇങ്ക് പാസ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഇതേപോലെ സ്റ്റഡി ആയി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്യൂബിലെല്ലാം ഇങ്ക് ഫില്ലായിരിക്കുന്നതുണ്ടാവും. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒരു പ്രിൻറ്റ് ചെയ്ത് നോക്കുക. ആ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പേപ്പറിൽ പ്രിൻറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. യെസ്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.